എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള അംഗ്രഹ പാറ്റേണിലുള്ള ഒരു കുർത്തി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടി ഞാനിവിടെ 2 കളറിലുള്ള ഫാബ്രിക് എടുത്തിട്ടുണ്ട്. നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിരിക്കുന്നത് രണ്ടും പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പ്ലെയിൻ ആയിട്ടും ഒന്ന് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കും ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട്. മെയിൻ ഫാബ്രിക് ഒരു 2.5 മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും. അതായത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും സ്ലീവും ചെയ്യുന്ന ഫാബ്രിക് നിങ്ങൾ ഒരു 2.5 മീറ്റർ എടുക്കുക. ഞാൻ 2.5 മീറ്റർ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ലെങ്ത്തിലും പിന്നെ സ്ലീവ് 3/4 സ്ലീവും ചെയ്യുന്നത് കൊണ്ടാണ് 2.5 മീറ്റർ എടുത്തത്. നിങ്ങൾക്ക് ലെങ്ത് കുറവ് മതി, നിങ്ങൾ എടുത്തിട്ടുള്ള ക്ലോത്ത് നല്ല വിടുത്തുള്ള ക്ലോത്ത് ആണെങ്കിൽ 2 മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്ന ഫാബ്രിക്, അതായത് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല വിടുത്തുള്ള ഫാബ്രിക് ആണെങ്കിൽ, അതായത് ഒരു 60 ഇഞ്ച് വിടുത്തൊക്കെ ഉള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് എത്ര ലെങ്ത് വേണമെങ്കിലും അതിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മളൊരു 3/4 മീറ്റർ എടുത്താൽ മതിയാവും. ലെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ 1 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ആ ലെങ്ത് അതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 2.5 മീറ്റർ ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. ഓവർലാപ്പ് ചെയ്യാൻ ഞാൻ എടുത്തു. അതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് പാന്റും ഞാൻ ഈ ഒരു ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ആ 2.5 മീറ്റർ വേസ്റ്റ് ആയിട്ടില്ല. പിന്നെ അതിലേക്ക് 2 മീറ്റർ കോട്ടന്റെ ലൈനിങ് ഫാബ്രിക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ക്ലോത്ത് ആവശ്യമായിട്ട് വരും. പ്രത്യേകിച്ച് നിങ്ങൾ അത്യാവശ്യം ലെങ്ത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലോത്ത് വേണ്ടി വരും കേട്ടോ. ആദ്യം തന്നെ ലൈനിങ് ഫാബ്രിക് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ബാക്കിലേക്കുള്ള പാറ്റേൺ ആണ് നമ്മൾ വരയ്ക്കുന്നത്. നോർമൽ ഞാൻ ഷോൾഡർ ആയിട്ട് കൊടുക്കാറ് 7 ഇഞ്ചാണ്. അപ്പോൾ കോളർ വെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുന്ന ഷോൾഡറിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1 ഇഞ്ചോ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കോളർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായി കിട്ടാനും ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് ഒരു 3/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾ ഒരു ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഷോൾഡർ സ്ലോപ്പ് ഇല്ലാതെയാണ് തയ്ക്കുന്നതെങ്കിലും കോളർ വെച്ച് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിന്റിന് നേരെ താഴേക്ക് എത്രയാണോ നിങ്ങൾക്ക് ആം ഹോൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആം ഹോൾ മാർക്ക് ചെയ്യുക. ആം ഹോളിൽ എക്സ്ട്രാ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ മാർക്ക് ചെയ്യുന്ന പോലെ മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ ഒരു എൽ ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് ബോഡി മെഷർമെന്റ് എടുക്കേണ്ടത്, അതിലേക്ക് എങ്ങനെയാണ് ഈസ് ആഡ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഈ അളവ് എങ്ങനെയാണ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം വേണം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഐ കാർഡിൽ ഇവിടെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എൻ്റെ 9 ഇഞ്ചാണ്, ആ 9 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേസ് ലെങ്ത് 14.5 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ലിറ്റിലേക്കുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 22 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അവിടേക്കുള്ള വിഡ്ത്ത് ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ സ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് സീമായിട്ടും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സ്പീഡിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്യാമെന്ന് നിറയെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നമുക്ക് നിറയെ കാര്യങ്ങൾ പറയാനുമുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയിട്ട് കാണുക കേട്ടോ. അതേപോലെ പറയാനുള്ളത്, നമുക്ക് തന്നിരിക്കുന്ന റെഫറൻസ് ഫോട്ടോയിൽ ഒരു സ്ലിറ്റഡ് ടോപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു സ്ലിറ്റഡ് ടോപ്പിന്റെ പാറ്റേൺ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് എ ലൈൻ പ്രകാരമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അഗ്രഹ മോഡൽ എ ലൈനിൽ ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. എ ലൈൻ വേണ്ടവർക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം കേട്ടോ. താഴ്ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ഒരു സ്ലിറ്റഡ് ടോപ്പ് എങ്ങനെയാണോ വരയ്ക്കുക ആ ഒരു രീതിയിൽ വരയ്ക്കുക. ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ള ആം ഹോൾ വരച്ചിട്ടുണ്ട്. ശരിക്കും ഫ്രണ്ടിലേക്കുള്ളത് വേണ്ട, ഞാൻ ഓർമ്മ ഇല്ലാണ്ട് വരച്ചതാണ്. ശരിക്കും ബാക്കിലുള്ളത് മാത്രം മതി കേട്ടോ. പിന്നെ ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ട് ഈ 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് നിന്ന് ഈ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഒന്ന് ചരിച്ച് വരച്ചിട്ടുണ്ട്. കോളർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട് അതിനെ ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിഡ്ത്ത് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ എനിക്ക് 3 ഇഞ്ചാണ്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
വരച്ച അളവ് പ്രകാരം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം ഈ അളവിൽ എന്ത് ചെയ്യുക, ബാക്കിലേക്കുള്ള മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇതുവരെ നമ്മൾ ചെയ്തത് നോർമൽ ഒരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുന്ന പാറ്റേൺ ആണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോയത്. ഇനിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. ഫ്രണ്ടിലേക്കുള്ളത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ കാണുക കേട്ടോ. ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് പീസ്, അതായത് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഞാൻ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ബോട്ടം എടുത്ത് ഞാൻ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പൊ 12.5 ഇഞ്ചാണ്. അത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും കേട്ടോ. നിങ്ങൾ എത്രയാണോ ലൂസൊക്കെ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഒരു അളവിൽ വേരിയേഷൻസ് വരും. ഞാനിവിടെ പ്രിന്റഡ് ഫാബ്രിക് ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ 47 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അതായത് ഈ ഒരു കുർത്തിന്റെ ലെങ്ത് ആയിട്ട് 47 ഇഞ്ച് എടുക്കുന്നുണ്ട്. 47 ഇഞ്ച് എന്ന് പറയുമ്പോൾ സീം അലവൻസ് അടക്കമാണ്. തയ്ച്ചു വരുമ്പോൾ നമുക്ക് 45 ഇഞ്ചാണ് ഡ്രസ്സിന് ലെങ്ത് ആയിട്ട് ഉണ്ടാവുക. ഈ പീസിന്റെ ലെങ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു 47 ഇഞ്ചാണ്. അത് ഡിപ്പെൻസ് ആണ്, നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. വിഡ്ത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളത് പറയാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് പീസ് അതിനെ മടക്കിയിട്ട സമയത്ത് നമുക്ക് വിഡ്ത്ത് ആയിട്ട് 12.5 ഇഞ്ചാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് ആ അളവ് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് എടുക്കുക. എല്ലാ ആൾക്കാരും 5 ഇഞ്ച് എക്സ്ട്രാ എടുത്താൽ മതി. ഇനി നിങ്ങൾ എക്സ്ട്രാ സ്മോൾ സൈസുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 5 എന്നുള്ളത് ഒരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 4.5 ഇഞ്ചോ ആക്കുക. ബാക്കി എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുക, ഈ 5 ഇഞ്ച് എന്നുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ. അതായത് ആദ്യത്തെ അളവ് നമ്മൾ എടുത്തിരിക്കുന്ന വിഡ്ത്തിൽ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. 5 ഇഞ്ച് എന്നുള്ളത് എല്ലാവരും സെയിം ഒരേപോലെ തന്നെ എടുക്കുക. ഫാബ്രിക്കിന്റെ നല്ല വശം ഞാൻ താഴെയാണ് വിരിച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചീത്ത വശമാണ് മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാ ഇങ്ങനെ തന്നെ ഇടാൻ വേണ്ടി പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വലത് ഭാഗത്തുനിന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്കാണ് ചെയ്യുന്നത്. ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്കാണ് എപ്പോഴും ആഗ്രഹ പാറ്റേൺ ചെയ്യുക. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഇടത് ഭാഗത്തുനിന്ന് ഓവർലാപ്പ് ചെയ്യുന്ന രീതിക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ നിവർത്തിയിട്ടാൽ മതി. ഇപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്ന പീസ് കിട്ടി. ഇനി നമുക്ക് ഒരു പീസും കൂടി വേണം, കാരണം ഇത് കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ. അപ്പൊ അടുത്ത ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു പീസ് വേണം. അത് പ്ലെയിൻ ഫാബ്രിക്കിലാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് പീസ് മടക്കിയിട്ട സമയത്ത് എത്രയാണോ വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഓവർലാപ്പ് ചെയ്യുന്ന പീസിൽ ഇതേപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട്, കാരണം 5 ഇഞ്ചാണല്ലോ നമ്മൾ എക്സ്ട്രാ എടുത്തത്, ആ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ രണ്ടാമത്തെ പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബാക്ക് പീസിന്റെ പാറ്റേൺ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുത്തിട്ട് ഈ പാറ്റേൺ പ്രകാരം സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ 5 ഇഞ്ച് എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്നും ചെയ്യേണ്ട, ബാക്കി സൈഡാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതിലിരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഫ്രണ്ടിൽ 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ ആക്കി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിനെ ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നെക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാക്കി മടക്കിയതിന് ശേഷം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞത് 3 ഇഞ്ചാന്ന് പറഞ്ഞു. ആ 3 ഇഞ്ച് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. കാരണം ഈ 2 ഇഞ്ചിലാണ് നമ്മുടെ കോളർ വന്ന് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 2 ഇഞ്ചിൽ ഒരു റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 7 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എബോ പ്ലെക്സ് സൈസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 7.5 to 8 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്യുക. കാരണം കോളർ വെച്ച് ചെയ്യുന്ന ഡ്രസ്സ് ആയതുകൊണ്ട് നമുക്ക് തലവഴി ഇറങ്ങി കിട്ടണം. അതുകൊണ്ടാണ് കുറച്ച് ലെങ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നത്. ഇനി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അതായത് വൈഡ് ആയിട്ട് വന്നിട്ട് എൻഡിലെത്തുമ്പോൾ പോയിന്റഡ് ആയിട്ട് വരുന്ന രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് നെക്കെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്തതാണ്. ഇത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള 2 പീസ് ഉണ്ട്, അതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. വെച്ചു കൊടുക്കുമ്പോൾ എവിടെയാണ് വെച്ചു കൊടുക്കുന്നത്, 5 ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈൻ വരച്ചിരുന്നു, ആ ലൈനിൽ കണക്ട് ആയിട്ടാണ് വെക്കുന്നത്. പേപ്പറിൽ വരച്ചിരിക്കുന്ന നെക്കിന്റെ ഷേപ്പ് അതേപോലെ ക്ലോത്തിലേക്ക് ഒന്ന് പകർത്തി വരയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ള ഭാഗത്തേക്ക് വരിക. മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 12 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 11 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വരും.
അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ എൻഡ് ചെയ്തിട്ടുള്ള നമ്മുടെ നെക്കിന്റെ പോയിന്റ് ഈ 12 ഇഞ്ചിലേക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇതേപോലെ ഡയഗണലായിട്ട് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അതായത് ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി ഈ വരച്ച പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തിട്ടുള്ള പീസ് നിവർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്, അതായത് ഓവർലാപ്പ് ചെയ്യുന്ന ഫാബ്രിക് വലതുവശത്ത് വരുന്ന രീതിയിലാണ് ഉള്ളത്. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടിനും ലൈനിങ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കിന്റെ അതേ അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ പ്ലെയിൻ ഫാബ്രിക്കിന് മാത്രമേ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ ഫാബ്രിക്കിന് മാത്രമാണ് ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് നോർമൽ ഒരു 3/4 സ്ലീവ് ആണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നോർമൽ സ്ലീവ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവുകളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഫ്രണ്ടിലേക്ക് നമുക്ക് 2 പീസാണുള്ളത്. അതിൽ ഒരു പീസ് പ്ലെയിൻ ഫാബ്രിക്കിന് ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക്കിന് ലൈനിങ് ഇല്ല. നമ്മൾ ഈ ഒരു നെക്കിന്റെ പാറ്റേൺ, അതായത് ഈ ഒരു അംഗ്രഹ പാറ്റേൺ മൊത്തത്തിൽ നമ്മൾ ക്ലോത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പർ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യം ലൈനിങ്ങിന്റെ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങിന്റെ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രണ്ടിലെ ഒരു പീസ് പ്ലെയിൻ ആയിട്ടുള്ള പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ലൈനിങ്ങിന്റെ മുകളിൽ ഈ മെയിൻ ഫാബ്രിക്കിന് നല്ല വശം വരുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ലൈനിങ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടില്ല, മെയിൻ ഫാബ്രിക് ആണ് കറക്റ്റ് അളവ്. അപ്പൊ എന്താണോ നമ്മുടെ നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് പ്രകാരം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പിൻ കുത്തി കൊടുക്കുക. എന്താണോ നമ്മൾ നെക്കിന് ഷേപ്പ് മാർക്ക് ചെയ്തത് ആ ഷേപ്പ് അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. നെക്കിന്റെ ഷേപ്പ് ആദ്യം റൗണ്ട് ആണ്, പിന്നെ നമ്മൾ വേറൊരു ഷേപ്പ് മാർക്ക് ചെയ്തു, അതൊക്കെ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് താഴേക്ക് വരുന്ന ഭാഗം നെക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തരുത്. നെക്കിന്റെ ആ എൻഡ് എത്തുമ്പോൾ അവിടുന്ന് നേരെ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഒരു പോയിന്റ് എത്തുന്നത് വരെ നമുക്ക് എന്തുണ്ടാവും, ലൈനിങ് ഉണ്ടാവും. അത് കഴിയുമ്പോൾ പീസ് എടുക്കുക. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസ് എടുത്തിട്ട് അതിനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ലൈനിങ്ങിന്റെ താഴെ ആയിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എത്രയാണോ നമ്മുടെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെങ്ത് എൻഡ് ചെയ്യുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അത്രയും ഭാഗങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ എക്സ്ട്രാ ഫാബ്രിക് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ ഇതേപോലെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് ലൈനിങ് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള സ്റ്റിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇത് നമുക്ക് ഈ ഒരു പീസിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓവർലാപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പീസ്, നമ്മുടെ പ്രിന്റഡ് ആയിട്ടുള്ള പീസ് എടുക്കാം. പ്ലെയിൻ ഫാബ്രിക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈനിങ് ഉണ്ടായിരുന്നു. പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഇല്ല. ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെയിം അതേപോലെ തന്നെ ചെയ്താൽ മതി. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു പീസ് ഓഫ് ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസിന്റെ നല്ല ഭാഗത്തിന്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഓവർലാപ്പ് ചെയ്യുന്ന പീസിന്റെ നല്ല ഭാഗം വെച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓവർലാപ്പ് ചെയ്യുന്ന പീസ് മാത്രമാണ് കറക്റ്റ് അളവ്. നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്ന പീസ് കറക്റ്റ് അളവിലല്ല. ഇതേപോലെ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ്. എന്താണോ നമ്മുടെ ഷേപ്പ് അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ്ട്രാ പീസ് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ താഴെ വരെ ഒരേ ലെങ്ത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ 2 പീസും, അതായത് നിങ്ങൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള പീസാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് 2 പീസിന്റെ ലൈനിങ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത് ചെയ്യുന്ന മെത്തേഡിൽ വേണം 2 ഭാഗവും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റിച്ചാണ്. അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ഫാബ്രിക് കട്ട് ചെയ്യുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട്, മറിച്ചെടുക്കുന്നുണ്ട്, പതിച്ചടിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് ഭാഗം എങ്ങനെയാണ് ഉണ്ടാവുക, കുറച്ചധികം ക്ലോത്ത് എക്സ്ട്രാ ഉണ്ട്. ഒരു 1.5 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് അങ്ങനെ നിന്നാലും അത് പുറത്തേക്ക് വിസിബിൾ ആവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നിർത്താം. ഞാൻ എക്സ്ട്രാ വെക്കുന്നില്ല. ഒരു 1.5 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്തിട്ട് ഇതിന്റെ സൈഡ് ഞാനിങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലോക്ക് ചെയ്യുന്ന മെഷീൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി.
ഫ്രണ്ടിലേക്കുള്ള 2 പീസും ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം. 3 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ ഒരു 1/4 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലായിട്ട് ലൈനിങ് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ നെക്കിന്റെ ഭാഗം ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ 2 പീസും സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അങ്ങനെ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള പീസാണ്. അപ്പൊ ഈ ഒരു പീസ് ഒന്നിക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്താണ് ഒന്നിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക 2 സൈഡിലായിട്ട്. ഞാനിവിടെ കൺസീൽ ചെയ്തിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷോൾഡർ ജോയിൻ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പൊ ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണല്ലോ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ഫാബ്രിക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. വെക്കുന്ന സമയത്ത് ആ നെക്കിന്റെ കറക്റ്റ് ഷേപ്പ് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ ഓവർലാപ്പ് ചെയ്ത ഭാഗം, അതായത് താഴെ ഇരിക്കുന്ന പീസിന്റെ മുകളിലുള്ള പീസ് നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതവിടെ സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള അത്രയും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് താഴെ വരെ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ വരെ നിങ്ങൾക്ക് ആ സ്റ്റിച്ച് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷെ ഞാനൊരു താഴേന്ന് മുകളിലേക്ക് ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്റ്റിച്ചിനെ നിർത്തുന്നുണ്ട്. എന്നിട്ട് താഴേക്ക് ഓപ്പൺ ആക്കി വിട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഈ 15 ഇഞ്ച് ലെങ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ ഒരു ഓപ്പൺ ഹൈലൈറ്റ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലെങ്ത് നിങ്ങൾക്ക് കൊടുക്കാം. അതിനുശേഷം ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് ഇതിനൊന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. അംഗ്രഹ പാറ്റേണിൽ ഓവർലാപ്പ് ചെയ്യുന്നത് സ്ലിറ്റഡ് ടോപ്പിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളിതിനെ കറക്റ്റ് 2 ആക്കി മടക്കിയിടാം. മടക്കിയിട്ടിട്ട് നമ്മൾ ആ കോളർ ചെയ്യുന്ന ഭാഗം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തെടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് കോളറിന് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഡ്ത്ത് മെഷർ ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിവിടെ 6.5 ഇഞ്ചാണ് കിട്ടുന്നത്. ഒരു 2-3 പ്രാവശ്യം മെഷർ ചെയ്തെടുക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുക്കുമ്പോൾ കറക്റ്റ് അളവായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് 2-3 പ്രാവശ്യം മെഷർ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് ലെങ്ത്തുള്ള ക്യാൻവാസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിൽ ആദ്യം തന്നെ മുകളിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 3 ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു ആർച്ച് ഷേപ്പ് വരച്ചെടുത്തിട്ട് ഈ ആർച്ച് ഷേപ്പിലേക്ക് ഈ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കോളർ വിഡ്ത്ത് ആയിട്ട് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല ലെങ്തി വീഡിയോ ആയി, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങനെയാണ് കോളർ ചെയ്യേണ്ടത്, അതായത് ഒരു ഫ്ലാറ്റ് കോളർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ കാണുക. എന്നിട്ട് ഈ അളവെടുത്തതിന് ശേഷം ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണോ കോളർ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കോളർ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കോളർ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു സാധാരണ ഒരു സ്ലിറ്റർ ടോപ്പ് തയ്ക്കുന്ന പോലെ സൈഡ് ഭാഗങ്ങളൊക്കെ നിങ്ങളുടെ അളവിൽ തയ്ച്ചെടുക്കുക. ഇനി ടോപ്പിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. അംഗ്രഹ പാറ്റേണിൽ വിത്ത് ഫ്ലാറ്റ് കോളറോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ടോപ്പിന്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.